നമസ്കാരം, നൗഷറാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാപ്പള്ളി വെളുത്തവള്ളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇവിടെ വന്ന കാര്യം എന്താ അറിയോ, ഇവിടെ നമ്മുടെ ബ്രൂസ്ലിയെ പോലെ നഞ്ചക്കൊക്കെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ കുറച്ച് ഷോട്ട്സൊക്കെ നമ്മൾ എടുക്കാനും കൂടിയാണ് ഇവിടം വരെ വന്നിട്ടുള്ളത്. അപ്പോൾ 55 വയസ്സുണ്ട് ഈ മനുഷ്യന്. ഈ 55ാമത്തെ വയസ്സിലും നഞ്ചക്കിനകത്ത് അമ്മാനമാടുന്ന അല്ലെങ്കിൽ നഞ്ചക്കിട്ട് കയ്യിലിട്ട് അമ്മാനമാടുന്ന ആ ഒരു മനുഷ്യനെ നിങ്ങളുടെ മുന്നിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ദാ ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് സമയം കളയണ്ട, നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ വെളുത്തവള്ളിൽ അസീസിക്കയുടെ വീട്ടിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അസീസിക്ക വലിയ അഭ്യാസ പ്രകടനങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നഞ്ചക്കിൻ്റെ പ്രാക്ടീസൊക്കെ വർഷങ്ങൾക്ക് ശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, നഞ്ചക്ക് കൈയിട്ട് അമ്മാനമാടുന്ന അസീസിക്ക. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. എത്ര നാളായി ഈ കരോട്ടൊക്കെ? ഒരു 40 വർഷം കഴിഞ്ഞു. 40 വർഷം കഴിഞ്ഞ്? 30 വർഷമായിട്ട് യാതൊരു പ്രാക്ടീസും ഇല്ലായിരുന്നില്ല. എത്ര വർഷത്തിന് ശേഷമാണ് ഇപ്പം നമ്മൾ ആ ഒരു പ്രാക്ടീസ്? 30 വർഷമായി. 30 വർഷത്തിന് ശേഷമാണ് ഇപ്പം നഞ്ചക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം മോന് ഞാൻ ഒരാളെ ബിരുദം എൻ്റെ ഈ നഞ്ചക്ക് ഇല്ലായിരുന്നു. ഒരാൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഒരു ചേട്ടൻ്റെ മോൻ നഞ്ചക്കുമായിട്ട് കൂടെ വരിക. വന്നപ്പോൾ പിന്നെ അവനെ എൻ്റെ മോൻ പറഞ്ഞ് വാപ്പിച്ചാണെങ്കിൽ കറക്കി കാണിച്ചു കൊടുക്കാൻ പറയും. അങ്ങനെയാണ് കാണിച്ചു കൊടുത്തത്. അവർ നിർബന്ധിച്ചുകൊണ്ട് കറക്കുക. അത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആ ഒരു വീഡിയോ കണ്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ. 30 വർഷത്തിന് ശേഷം ഇപ്പോഴും അതൊന്നും മറന്നിട്ടില്ല എന്നുള്ളതാണ്. മറന്നിട്ടില്ല, ഞാനൊന്ന് നോക്കിയപ്പം കുഴപ്പമില്ല. ആണല്ലേ? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ എന്തായാലും ഒന്ന് നഞ്ചക്ക്. തീർച്ചയായും. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് നമ്മുടെ അസീസിക്ക നഞ്ചക്കിൻ്റെ ഒരു അഭ്യാസം നമുക്ക് വേണ്ടി ഇവിടെ കാണിക്കുകയാണ്. അച്ഛന്മാർ രക്ഷയില്ല കേട്ടോ. അയ്യോ, അപ്പോൾ നമ്മുടെ അസീസിക്കയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അസീസിക്ക, എന്താണ് ഈ ഒരു നഞ്ചക്ക് അഭ്യാസത്തെ കുറിച്ച് പറയാനുള്ളത്? ഇത് ബോധിധർമ്മ കരാട്ട മീൻസ് എംപ്റ്റി ഹാൻഡ്സ് എന്നതിൻ്റെ അർത്ഥം വെറും കൈകൾ. എന്നാൽ ഇതൊരു ആയോധന കലയാണ്. ബുദ്ധന്മാർ ഇത് കണ്ടുപിടിച്ച ഒരു ഐറ്റമാണ്. അത് ചൈനക്കാർ കൊണ്ടുപോയി അവരുടെ ഭാഷയിൽ കരാറ്റെ എന്ന് പറയും. ചൈനീസ് ഭാഷയിൽ കരാറ്റെ എന്ന് പറഞ്ഞാൽ കര അധികം ടേ സമം വെറും കൈകൾ എന്നാ. കരാറ്റെ മീൻസ് എംപ്റ്റി ഹാൻഡ്സ്. അതെ, അതെന്ന് പറഞ്ഞാൽ വെറും കൈകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതലും മഹർഷിമാർ അവർ സന്യാസമെല്ലാം നടത്തി അവരുടെ ഒരു ബുദ്ധി വികസിപ്പിക്കുന്നതിനും അന്നത്തെ കാലത്തെ ഒരു സംരക്ഷണം, ഒരു സ്വയരക്ഷ എന്നൊക്കെ രീതിയിലാണ്. പക്ഷേ ഇത് കൂടുതലും ബുദ്ധന്മാരായിരുന്നു ഇത് എന്ന് പറഞ്ഞാൽ അവർ ഒരു മനുഷ്യനെ പോലും ഒന്നും ചെയ്യത്തില്ല. എന്നാൽ അവരുടെ ഒരു എക്സർസൈസ്. ഇപ്പോൾ ആരെങ്കിലും ഒരു ആയോധന കല ഇത് അറിയാവുന്നവരാരും ദുർവിനിയോഗം ചെയ്യില്ല. ഇത് മാർഷ്യൽ ആർട്സ്, ഇതൊരു കലയാണ്, ഇതൊരു സ്പോർട്സാണ്, ഒരു അഴകാണ്, കളരിപ്പയറ്റ് പോലെ. നല്ല പ്രാക്ടീസും നല്ല ഇത്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചടി കിട്ടും. അടി കിട്ടിയാൽ ഭയങ്കരമാണ്. എന്റെ ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടിയും എന്തായാലും ഈ നഞ്ചക്ക് ഒരു അഭ്യാസ പ്രകടനം നടത്തിയതിന് ഒരുപാട് നന്ദി. ഇപ്പം ഒരുപാട് കാലം ഇനി ഈ നഞ്ചക്കിന്റെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി ആൾക്കാർക്കൊക്കെ വേണ്ടി ഒരു പ്രചോദനം ആവട്ടെ. മനോരമ ചാനലാണ് അത്. അതാ നമ്മുടെ ആൾക്കാരോട് എത്തിച്ചത്, ജനങ്ങളിൽ എത്തിച്ചത് മനോരമയാണ്. ഈ 55ാം വയസ്സിലും ഇതിനോടുള്ള ഒരു ഇഷ്ടം നിലനിർത്തുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അസീസിക്കയുടെ വൈഫ് പേരെന്താ? സഫീന. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അല്ലേ? അതായത് വെളുത്തവള്ളിലെ 13ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് കേട്ടോ. അവിടെ എന്താ പറയുക, നിൽക്കാടെ അഭ്യാസ പ്രകടനം കണ്ടിട്ട് ഒരുപാട് കണ്ടാണല്ലേ? കല്യാണം കഴിഞ്ഞു വന്ന ആ സമയത്തൊക്കെ നല്ല പ്രാക്ടീസും അഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് മെമ്പറും ഒക്കെ അതിനുശേഷം നിർത്തി, പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തില്ല. പിന്നെ സാമൂഹ്യ പ്രവർത്തനം അങ്ങനെ ലക്ഷ്യമായിട്ട് അങ്ങ് മുന്നോട്ട് പോയില്ല. അപ്പോൾ അതാണ്ട് നമ്മുടെ ഇക്കാട്ടുള്ള നഞ്ചക്കിന്റെ പരിപാടിയെല്ലാം നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി തന്നിട്ട് ഇവർ രണ്ടുകൂടെ ഇപ്പം വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ മഴയാണ്. അപ്പോൾ അതിന്റെ ആ ഒരു ആൾക്കാരുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി രണ്ടുപേരോട് വീണ്ടും ഇറങ്ങിയാണ്. അപ്പോൾ എന്തായാലും എല്ലാ ഭാഗങ്ങളും നേരുന്നത്.